അങ്ങനെ ഞാൻ ഡിക്ലറേഷനൊക്കെ എഴുതി കൊടുത്തു. ഡിക്ലറേഷൻ എഴുതി കൊടുത്തപ്പോഴത്തേക്ക് ഈ എയർലൈൻസിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ടൊക്കെ പറഞ്ഞു, ഞാനൊരു പാഴ്സൽ തരാം, ഇത് കസ്റ്റംസ് കടത്തി അപ്പുറത്ത് കൊണ്ടുപോയി അവർ നമ്മളെ ബോർഡിംഗ് കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തോ പാഴ്സൽ എന്താണെന്ന് വെച്ചപ്പോൾ ഒരു വാച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല. അവർ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ അങ്ങനെ എന്നെ ബോഡി ചെയ്യുന്നവരെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അഷ്കബാദ് സിറ്റി കൂടെ ഇങ്ങനെ യാത്ര ചെയ്തു. ഈ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഒരാളും ഒരു ചിരിയോ ഒരു മൈൻഡ് ചെയ്യുന്ന നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ഇല്ല. ഞാൻ ചോദിച്ചത് എന്താണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെയെന്ന് വെച്ചാൽ പറഞ്ഞ് ഞങ്ങൾ ഫുള്ള് ഇവിടെ ക്യാമറ സർവൈലൻസിലാണ്. നിങ്ങൾ അപ്പോൾ എന്നെ കാണിച്ചിട്ട് ആ ജംഗ്ഷനിൽ നോക്കി അവിടെ പോലീസുകാരൻ നിൽപ്പുണ്ട്. അത്ര ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരുടെ അഷ്കബാദിൽ കേട്ടോ. അങ്ങനെ കിർഗിസ്ഥാൻ യാത്രയ്ക്ക് ശേഷം ഇങ്ങനെ നാട്ടിൽ തിരിച്ചെത്തി. അതിനുശേഷം വേറെ ഒന്ന് രണ്ട് യാത്രകളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ആലോചിച്ചപ്പോഴാണ് ഇനി ഒരു സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും കൂടെ കാണാൻ ബാക്കിയുണ്ട്. അത് തുർക്ക്മെനിസ്ഥാനാണ്. അപ്പോൾ നോർമലി തുർക്ക്മെനിസ്ഥാനിലേക്ക് പോകാനായിട്ട് വിസ പ്രോസസ്സിങ് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് എങ്ങനെ തുർക്ക്മെനിസ്ഥാനിലേക്ക് പോകാം എന്നൊക്കെയപ്പം ഒരു ടൂർ ഓപ്പറേറ്ററുടെ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയാൽ മാത്രമേ തുർക്ക്മെനിസ്ഥാനിലേക്ക് വിസ കിട്ടുള്ളൂ. അത് ടൂർ ഓപ്പറേറ്റർ ഇൻവിറ്റേഷൻ ലെറ്റർ അല്ല. ടൂർ ഓപ്പറേറ്റർ തുർക്ക്മെനിസ്ഥാൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ പാസ്പോർട്ടും ഡീറ്റെയിൽസ് വെച്ച് അപ്ലൈ ചെയ്തിട്ട് അവരാണ് ഇൻവിറ്റേഷൻ ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്ത് ഒരു ടൂർ ഓപ്പറേറ്ററെ കണ്ടെത്തി. അവർക്ക് പാസ്പോർട്ടും ഫോട്ടോയോ ബാക്കി ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്തു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇൻവിറ്റേഷൻ ലെറ്റർ എനിക്ക് മെയിൽ ചെയ്ത് തന്നു. അങ്ങനെ 2025 ജൂൺ മാസം ഞാൻ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈ ചെയ്തു. അവിടെ നിന്ന് 12-ാം തീയതി രാവിലെ, ജൂൺ മാസം 12-ാം തീയതി രാവിലെ അഷ്കബാദിലേക്ക് തുർക്ക്മെനിസ്ഥാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ്. ഞാൻ എയർപോർട്ടിൽ ചെന്നു, ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ കൗണ്ടറിന് മുമ്പ് എയർലൈൻസിൻ്റെ ആൾക്കാർ വന്ന് ചോദിച്ചു വിസ ഉണ്ടാകുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അഷ്കബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് വിസ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അതിൻ്റെ ഒരു ഡിക്ലറേഷൻ തരണം, നിങ്ങൾക്ക് വിസ അവിടെ നിന്ന് തന്നില്ലെങ്കിൽ എയർലൈൻ ഇതിൻ്റെ ഉത്തരവാദികളായിരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഡിക്ലറേഷൻ എഴുതി തരാം. പിന്നെ അവരെൻ്റെ ട്രാവലിംഗ് ചോദിച്ചു. നോർമലി ടൂറിസ്റ്റുകളാരും ഈ തുർക്ക്മെനിസ്ഥാൻ എയർലൈൻസ് വഴി ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്തിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ എൻ്റെ പറഞ്ഞത്. അവിടെ വെച്ച് എല്ലാവരും ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഏറ്റവും കൂടുതൽ തുർക്ക്മെനിസ്ഥാൻ്റെ റവന്യൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഇന്ത്യക്കാർ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇന്ത്യയിൽ വരുന്ന തുർക്ക്മെൻകാരാണ് വരുന്നത് കൂടുതൽ. കാരണം ഇന്ത്യയും തുർക്ക്മെനിസ്ഥാനും തമ്മിൽ നല്ല ബന്ധത്തിലാണ്, നയതന്ത്രപരമായ നല്ല ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ്. അങ്ങനെ ഞാൻ ഡിക്ലറേഷനൊക്കെ എഴുതി കൊടുത്തു. ഡിക്ലറേഷൻ എഴുതി കൊടുത്തപ്പോഴത്തേക്ക് ഈ എയർലൈൻസിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ടൊക്കെ പറഞ്ഞു, ഞാനൊരു പാഴ്സൽ തരാം, ഇത് കസ്റ്റംസ് കടത്തി അപ്പുറത്ത് കൊണ്ടുപോയി അവർ നമ്മളെ ബോർഡിംഗ് കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തോ പാഴ്സൽ എന്താണെന്ന് വെച്ചപ്പോൾ ഒരു വാച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, കാരണം ഒരു റിസ്ക് എടുത്ത് ഞാൻ ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്യിക്കത്തില്ല, കാരണം ഞാൻ പിടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കാ പ്രശ്നം. അവർ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ അങ്ങനെ എന്നെ ബോഡി ചെയ്യുന്നവരെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഇവർ ബോർഡിംഗ് പാസ് തന്നു. നേരെ പോയി ഒരു 7 മണിയായപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് എടുത്തു. തുർക്ക്മെനിസ്ഥാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ്. നല്ല സ്പേഷ്യസുള്ള സീറ്റ്, നല്ലൊരു എയർലൈനാണ്. അങ്ങനെ ഒരു 11 മണിയായപ്പോഴത്തേക്ക് അഷ്കബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. 4 മണിക്കൂർ ട്രാവലിംഗ് ആണ്. ഫസ്റ്റ് നമ്മൾ വിസ കൗണ്ടറിലേക്ക് പോകണം. നമ്മൾ വിസ ഇല്ലല്ലോ, നമ്മൾ ഇൻവിറ്റേഷൻ ലെറ്റർ മാത്രമല്ലേ ഉള്ളൂ. നേരെ വിസ കൗണ്ടറിലേക്ക് വന്നു. വിസ ഓഫീസറുടെ കയ്യിൽ പാസ്പോർട്ടും കൊടുത്തു, ഇൻവിറ്റേഷൻ ലെറ്ററും കൊടുത്തുകൊണ്ട് പുള്ളി ഒരു റെസിപ്റ്റ് തന്നു. $80 ആണ് നമ്മളെ അവിടെ അപ്പുറത്തെ കൗണ്ടറിൽ കൊണ്ട് അടയ്ക്കേണ്ടത്. അങ്ങനെ ഞാൻ അതുമായിട്ട് പോയി. അതായത് ഈ $50 വിസയ്ക്കും $30 കോവിഡ് ടെസ്റ്റിനുമാണ്. ഇപ്പോഴും കോവിഡ് ടെസ്റ്റ് വേണം തുർക്ക്മെനിസ്ഥാൻ എൻ്റർ ചെയ്യാനായിട്ട്. പക്ഷെ അത് പേപ്പറിൽ മാത്രമേ ഉള്ളൂ, കോവിഡ് ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ $30 അവർ ചാർജ് ചെയ്യും. അങ്ങനെ ഞാൻ $80 ഈ റെസിപ്റ്റുമായിട്ട് അപ്പുറത്തെ കൗണ്ടറിൽ ലേഡി ആയിരുന്നത്, ഒരു ഏജിലാണ്, ഒരു 50 വയസ്സിനടുത്തോളം പ്രായമുണ്ട്. ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു. $100 കൊടുത്തു. ഇവർ പറഞ്ഞു $130, $30 കൂടെ എക്സ്ട്രാ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് എന്ത് വൈന്ന് ചോദിച്ചു. ഇല്ല, $50, അതായത് $50 കൂടെ എക്സ്ട്രാ എന്നാലേ എനിക്ക് വിസ അടിച്ചു തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയും കാശ് മുടക്കി തുർക്ക്മെനിസ്ഥാനിൽ ചെന്നിട്ട് ഈ $50 പേരിൽ തിരിച്ച് എൻട്രി തരാതിരിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, പോട്ടെ $50 കൂടെ എക്സ്ട്രാ കൊടുത്ത് $130 കൊടുത്ത് നേരെ എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോയി. പുള്ളി മാന്യമായിട്ടൊരു നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. സീൽ ചെയ്ത് തന്നു. പിന്നെ കസ്റ്റംസിൻ്റെ അവിടെ ചെക്കിംഗ് ഉണ്ട്, ബാഗ് ചെക്ക് ചെയ്തു, ഒന്നുമില്ല, പുറത്ത് വിട്ടു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി വൈഫൈ നോക്കി, ഇല്ല. അപ്പോൾ തന്നെ വാതിക്കൽ തന്നെ എൻ്റെ ടൂർ ഓപ്പറേറ്റർ എൻ്റെ പേരെഴുതിയ ഒരു കാർഡൊക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഒരു പയ്യനാണ്, ഒരു 23 വയസ്സ്, ഹസൻ എന്നാ പേര്.
അങ്ങനെ പുള്ളി വന്നു, നേരെ കാറിന് അങ്ങോട്ട് കൊണ്ടുപോയി. കാറ് കിടപ്പുണ്ടായിരുന്നു അവിടെ. നേരെ ഒരു പജീറോ ആയിരുന്നു കാറ്. ഒരു ലഗേജ് വെച്ചു, കാറിനകത്ത് കയറി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി ഇരുന്നുകൊണ്ട് തന്നെ ആദ്യം തന്നെ പുള്ളി ഒരു മാപ്പ് എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ച്. അഷ്കബാദ് സിറ്റിയുടെ മാപ്പാണ് കാണിച്ചു തന്നിട്ട് കുറച്ച് ബിൽഡിങ്ങുകൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതെല്ലാം വെച്ച് മാർക്ക് ചെയ്തിരുന്നിട്ട് വെച്ച് ഇവിടെ ഒന്നും ഫോട്ടോ എടുക്കരുത്, പോലീസുകാരെ കണ്ട ഫോട്ടോ എടുക്കരുത്. അപ്പം തന്നെ എനിക്ക് എല്ലാവരും പറയുന്ന മുമ്പ് പോയിട്ടുള്ള ട്രാവലേഴ്സൊക്കെ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലായി. ഓക്കെ, ഞാൻ എഗ്രി ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇന്ത്യയിൽ ഡോളർ ആയിരിക്കും, എനിക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പേ ഇൻ്റർനെറ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് തുർക്ക്മെനിസ്ഥാൻ മനാത്താണ് തുർക്ക്മെനിസ്ഥാൻ്റെ കറൻസി. അപ്പോൾ എയർപോർട്ട് കൗണ്ടറിൽ നിന്ന് മാറുകയാണെങ്കിൽ $1 കൊടുത്താൽ നമുക്ക് മാക്സിമം 4 മനാത്ത് വരെ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഒരുപാട് നെറ്റിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ബ്ലാക്ക് മാർക്കറ്റിൽ 18 മനാത്ത് വരെ കിട്ടും $1. അപ്പോൾ ഈ മനാത്തിൻ്റെ വ്യത്യാസം ഞാൻ ഓൾറെഡി ടൂർ ഓപ്പറേറ്ററോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്തൊക്കെ പറഞ്ഞത്, ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് $1 കൊടുത്തു കഴിഞ്ഞാൽ 15 മനാത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാനപ്പോൾ പറഞ്ഞു, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു $200 എനിക്ക് മാറണം, എൻ്റെ ഇവിടുത്തെ ലോക്കൽ ചിലവിന് കാര്യങ്ങളിലായിട്ട്. അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു, മാറി. അപ്പോൾ തന്നെ 3000 മനാത്ത് എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. ഓക്കെ, ഞാൻ പോയി. പിന്നെ അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്ക്മെനിസ്ഥാനിൽ ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ്സ് ഒന്നും വർക്ക് ചെയ്യില്ല. നമ്മളിൽ ക്യാഷ്, നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അപ്പം ഇത് മാറി ഞാൻ വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം എനിക്ക് ഏറ്റവും വലിയ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, പുള്ളി ഈ ടൂർ ഓപ്പറേറ്റർ ഇപ്പോഴും വാട്സപ്പിലാണല്ലോ ഞാനോട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വാട്സപ്പ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതെൻ്റെ ഒരു മിസ്റ്റേക്ക്, എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ ചെന്ന് പുള്ളിയുടെ വൈഫൈ വാങ്ങിച്ചു, ടെതർ ചെയ്തു. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതൊന്നും അവിടെ വർക്ക് ചെയ്യില്ല. VPN യൂസ് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഞങ്ങളിന്ന് പോകേണ്ടത് ഈ ദർവാസ ഗ്യാസ് ക്രേറ്ററിലേക്ക്. അത് കാറക്കോം മരുഭൂമിയിലാണ് ഈ ദർവാസ ഗ്യാസ് ക്രേറ്റർ നിൽക്കുന്നത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, തുർക്ക്മെനിസ്ഥാൻ്റെ 75% കാറക്കോം ഡെസർട്ടാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് സിമ്മ് തരാൻ മാർഗ്ഗമില്ല. നാളെ എൻ്റെ ഓണർ വരും, പുള്ളിക്കാരൻ്റെ സിം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. $20 കൊടുക്കണം സിമ്മിനെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി VPN ഇൻസ്റ്റാൾ ചെയ്ത് തരും, അപ്പോൾ എല്ലാം വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ സമ്മതിച്ചു. നേരെ അങ്ങോട്ട് പോയി. പിന്നെ ഈ സെൻട്രൽ ഏഷ്യയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആൾക്കാർ എവിടെ നിന്നാലും സ്മോക്ക് ചെയ്യുന്നതിന് ഒരു മടിയില്ലാത്ത ആൾക്കാരുള്ള ഈ രാജ്യമാണ് ഈ സെൻട്രൽ ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോലീസുകാരും വലിക്കും, എല്ലാവരും വലിക്കും, പബ്ലിക് പ്ലേസ് ചെയ്യുന്നു. പക്ഷേ അഷ്കബാദ് സിറ്റിക്കകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളും പബ്ലിക് പ്ലേസ് ചെയ്യുന്ന ഒരു സ്മോക്കിങ്ങും ഇല്ല. ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വേസ്റ്റിൻ്റെ കഷ്ണം പോലും നമുക്ക് അഷ്കബാദ് സിറ്റിക്കകത്ത് കാണാൻ പറ്റില്ല. ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി എന്ന് വേണം നമുക്ക് പറയാൻ. അത്ര ക്ലീനാണ്. റോഡിലൊരു പൊടി പോലും കാണില്ല, അത്ര ക്ലീനാക്കിയിട്ടിരിക്കുക. അപ്പോൾ സിറ്റിയുടെ കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നെ വരാം. നമ്മൾ നേരെ ആദ്യം പോയത് ദർവാസ കാണാനാണ്. ദർവാസ കാണാൻ വേണ്ടി നേരെ പോയി ഒരു 250 കിലോമീറ്റർ പോകണം. അപ്പം ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് ഡേ ടൈം കൂടുതൽ, 9 മണിക്കൊക്കെയാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഞങ്ങളൊരു 3 മണി 3:30 ആയപ്പോഴേ ഇറങ്ങിയത്. യാത്ര തുടങ്ങി. സിറ്റിയൊക്കെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമൽ സെൻട്രൽ ഏഷ്യയുടെ കാഴ്ചകൾ കാണാൻ തുടങ്ങി. ആളുകൾ റോട്ടിൽ നിന്ന് സിഗരറ്റ് വലിക്കുക, വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലങ്ങളെല്ലാം കാണാൻ തുടങ്ങി. റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം കണ്ടു തുടങ്ങി. ഈ സെൻട്രൽ ഏഷ്യയിലെ മൊത്തത്തിലൊരു പ്രശ്നമാണ് ഈ ഔട്ട്സ്കേർട്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡൊക്കെ ഭയങ്കര മോശമാണ്. അത് തന്നെയാണ് തുർക്ക്മെനിസ്ഥാനിൽ. സിറ്റി മാത്രം ഭയങ്കര ക്ലീൻ ആയിട്ട് ഇരിക്കുക. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഡെസേർട്ടിലേക്ക് കയറി. നമ്മൾ ഡെസേർട്ടിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നത് മൊത്തം. പക്ഷേ റോഡ് വിട്ടിട്ട് നമ്മൾ 100% ഡെസേർട്ടിനകത്തേക്ക് കയറി കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഗ്യാസ് ക്രേറ്ററിൻ്റെ അവിടെ എത്തും. ഈ ഗ്യാസ് ക്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയൊരു ചുറ്റളവുള്ള ഒരു ക്രേറ്ററാണിത്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1971 അന്ന് USSRന്റെ ഭാഗമായിരുന്നു തുർക്ക്മെനിസ്ഥാൻ. ഇതിൻ്റെ മൈനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മീഥേൻ ഫോം ചെയ്തു ഇതിനകത്ത് നിന്ന്. മീഥേൻ എന്ന് പറഞ്ഞാൽ പോയിസൺ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മീഥേൻ കെടുത്താൻ വേണ്ടിയിട്ട് ഇതങ്ങ് ഫ്ലെയിം കത്തിക്കാന്ന് വിചാരിച്ചു ഇവർ. അപ്പോൾ ഇവർ വിചാരിച്ചു, USSRന്റെ കാലത്താണ്. അപ്പോൾ അവർ വിചാരിച്ച് ഇതൊരു 3-4 ദിവസം കൊണ്ടങ്ങ് കെട്ടുപോകും. പക്ഷേ 54 വർഷമായിട്ട് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 24 hours ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് തുർക്ക്മെനിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് ഈ ഒരു ഗ്യാസ് ക്രേറ്റർ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ അതിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. എന്നിങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അത് പകൽ സമയത്ത് എത്തിയത്, 4-5-6 മണിക്കായപ്പോഴേ എത്തിയത്. അങ്ങനെ കുറച്ചേരം അതൊക്കെ കണ്ട്. അപ്പോൾ പഴയതുപോലെ പണ്ട് മറ്റേ 20 അടി പൊക്കത്തിലൊക്കെ ഫ്ലെയിം വന്നിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം ഫ്ലെയിം കുറവാണ്. അങ്ങനെ നേരെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ക്യാമ്പ്.
അത് യൂട്ട് ക്യാമ്പാണ്. പക്ഷേ ഈ കിർഗിസ്ഥാനിൽ കണ്ട പോലത്തെ യൂട്ട് ക്യാമ്പ് അല്ല, ഇത് ചൂരൽ കൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയ യൂട്ട് ക്യാമ്പാണ്. അങ്ങനെ ഞാൻ റൂമിൽ കൊണ്ട് ഇത് വെച്ചപ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് ഞാനൊരു വെറൈറ്റി ക്യാരക്ടറിനെ പരിചയപ്പെടുന്നത്. അലക്സ് എന്ന് പറയും. പുള്ളി ജർമ്മനിയിൽ നിന്ന് വണ്ടി ഓടിച്ച് ഒരു റോയൽ എൻഫീൽഡ് ഓടിച്ച് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുക പുള്ളി. അങ്ങനെ പുള്ളി യാത്രയിൽ സെൻട്രൽ ഏഷ്യ കവർ ചെയ്തിട്ടില്ല. അങ്ങനെ പുള്ളി ഇറാനിൽ നിന്ന് തുർക്ക്മെനിസ്ഥാൻ കയറിയതാണ്. അത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഫ്രണ്ടിൽ ബൈക്കിൽ, തൊട്ട് പുറകെ ഒരു ലാൻഡ് ക്രൂസർ വെറുതെ ഡ്രൈവർ മാത്രം ഓടിച്ചുകൊണ്ട് വരുന്നു. ആക്ച്വലി പുള്ളി ടൂർ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ തുർക്ക്മെനിസ്ഥാൻ റൂൾ പ്രകാരം ടൂർ ഇല്ലാതെ ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ടൂർ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ടൂർ ഓപ്പറേറ്റർ ഫുൾ ടൈം പുള്ളിയുടെ കുറച്ച് ലഗേജ് വണ്ടിക്കകത്തുണ്ട്, ലാൻഡ് ക്രൂസർ ഓടിച്ച് ഇങ്ങനെ പുള്ളി പോവുകയാണ്, ഫ്രണ്ടിൽ പുള്ളി ഇങ്ങനെ ബൈക്കിൽ പോവുക. അങ്ങനെ അലക്സ് ഞങ്ങളുടെ യോട്ട് ക്യാമ്പിൽ തന്നെയാണ്, ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിൽ തന്നെയാണ് താമസിച്ചത്. അങ്ങനെ അലക്സ് വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു, ഇന്ത്യയെക്കുറിച്ചൊക്കെ ഒരുപാട് വാചാലനായിട്ട് സംസാരിച്ചു, ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഇതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അലക്സ് പറഞ്ഞ് രാത്രി ഫ്ലെയിം കാണാൻ പോകുന്നുണ്ടോ വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ട്, അത് കാണാനുള്ള മെയിനായിട്ട് വന്നത്. അപ്പോൾ അലക്സ് പറഞ്ഞു ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും അലക്സും ഗൈഡായിട്ട് വന്ന പയ്യനും കൂടെ ഞങ്ങൾ രാത്രി ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞ്, ഡിന്നർ ബാർബിക്യൂ ആയിരുന്നു, അവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തരുന്നത് അവർ തന്നെ ഉണ്ടാക്കി, നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മളെല്ലാം കൂടെ സഹായിച്ചാൽ അത് ഉണ്ടാക്കിയത്. ബാർബിക്യൂവും കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ് ഒക്കെ ആയിരുന്നു ഡിന്നർ. അതെല്ലാം കഴിച്ച് നേരെ രാത്രി ഫ്ലെയിം കാണാൻ പോയി. രാത്രിയത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്മരണീയമായ കാഴ്ചയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മേളിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, താഴത്ത് ഈ ഫ്ലെയിം ഇങ്ങനെ പൊങ്ങുന്നു അതിൻ്റെ ചുറ്റുവട്ടത്തും. അപ്പോൾ പല യോട്ട് ക്യാമ്പുകളിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട്, പല ക്യാമ്പുകളിൽ താമസിക്കും. കൂടുതലും ചൈനീസ് ടൂറിസ്റ്റുകളാണ് അവിടെ വരുന്നത്. പിന്നെ ഇവർ തുർക്ക്മെൻ്റെ ഒഫീഷ്യൽ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് അതൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അന്ന് ഒരു 10 മണി 11 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയി. അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. തിരിച്ച് നമ്മൾ അഷ്കബാദ് സിറ്റിയിലേക്ക് തന്നെ പോവാണ്. സെയിം റൂട്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ മരുഭൂമി കൂടെ പോകുന്നത്, മൊത്തം മരുഭൂമി കൂടെ പോകുന്നു. പക്ഷേ ഈ മരുഭൂമിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡെസേർട്ട് അല്ല. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മരങ്ങളും കുറ്റിച്ചെടികളൊക്കെ ഉള്ള ഒരു ഭംഗിയുള്ളൊരു ടെറൈനാണത്, ഈ കാറക്കോൺ ഡെസേർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അതിലെ കൂടെ നമ്മൾ യാത്ര ചെയ്തു. ഒരു 1:30 മണിയൊക്കെ കൂടി നമ്മൾ അഷ്കബാദ് എത്തി. ലഞ്ച് കഴിച്ചു. ലഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചീപ്പാണ് കേട്ടോ. ബേസിക്കലി ഈ മണി വാല്യൂ ഡിഫറൻസ് കാരണമാണ് നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് വളരെ ചീപ്പായിട്ട് തോന്നുന്നത്. അങ്ങനെ ലഞ്ച് കഴിച്ചു. ഞങ്ങൾ തിരിച്ചു റൂമിലെത്തി. അപ്പം എൻ്റെ പറഞ്ഞു 4 മണി വരെ റെസ്റ്റ് എടുത്തോ, 4 മണിയാകുമ്പോൾ ഞാൻ വരാം. അപ്പോൾ സിം കാർഡും VPN ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ വീഡിയോ ആയിട്ട് അവർ കോൺടാക്റ്റും ഇല്ല, 2 ദിവസമായി പോയിട്ട്. അങ്ങനെ 4 മണിയായപ്പോൾ പുള്ളി വന്നു, സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്തു, സിം കാർഡ് ഇട്ടു. $20 ആട്ടോ ചാർജ് ചെയ്തത്. പക്ഷെ ആ പുള്ളി പറഞ്ഞാൽ എനിക്ക് ആ സിം കാർഡ് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങൾ അഷ്കബാദ് സിറ്റിയിലേക്ക് യാത്ര തുടങ്ങി. അഷ്കബാദ് സിറ്റിയിലേക്ക് കയറി. പിന്നെ കാണുന്നത് ഫുള്ള് വൈറ്റ് കളറുള്ള ബിൽഡിങ്സ് മാത്രം, വൈറ്റ് മാർബിളിൽ ചെയ്ത ബിൽഡിങ്സ്. വീടുകളായാലും അപ്പാർട്ട്മെൻ്റ് ആയാലും ഹോട്ടൽസ് ആയാലും എന്തിന് ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഇല്ലേ, ചെറിയ കിയോസ്കുകൾ, അതുവരെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് വൈറ്റ് മാർബിളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് കാറുകൾ ശ്രദ്ധിക്കുന്നത്. വൈറ്റ് കാർസും സിൽവർ, അതായത് വൈറ്റിൻ്റെ ഷെയ്ഡ് സിൽവർ അല്ലെ വൈറ്റ്, ഈ 2 കാർസ് അല്ലാതെ വേറെ ഒരു കളറ് കാറും ഞാൻ അഷ്കബാദ് സിറ്റിക്കകത്ത് കണ്ടില്ല. ഒരുപാട് സ്റ്റേഡിയങ്ങളും അതും ഇതെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരുപാട് സ്പോർട്സ് ആയിട്ടുള്ള ഇൻഡോർ സ്പോർട്സിൻ്റെ ബിൽഡിങ്സ് അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം വൈറ്റ് മാർബിൾസിലും മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ മെയിനായിട്ട് ഈ രാജ്യത്തിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഗ്യാസ് റിസർവെയർ ആണ് ഈ തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുമായിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ വ്യാപാരം നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ് തുർക്ക്മെനിസ്ഥാൻ. അതിൻ്റെ എഫക്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശവും കൂടിയുണ്ട്. സിറ്റിയിൽ താമസിക്കുന്ന ജനങ്ങൾ ഒഴിച്ച്, അതായത് രാജ്യത്തിൻ്റെ 1/3 ജനങ്ങളും ദാരിദ്ര്യത്തിൽ തന്നെ താമസിക്കുന്നു. അത് നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച് പറയാതെ വയ്യ. അതുപോലെ തന്നെ ഒരു ട്രാവലർ എന്ന നിലയിൽ ഇപ്പോൾ ഞാനൊരു നാട്ടിൽ പോയി, അപ്പോൾ ഈ തുർക്ക്മെനിസ്ഥാനിൽ പോയി, എനിക്ക് അവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അവിടുത്തെ ലോക്കൽ കുഷീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല തുർക്ക്മെനിസ്ഥാനിൽ. അവിടെ KFCയോ മാക്ഡൊണാൾഡ്സോ ബർഗർ കിങ്ങോ അങ്ങനെ പോലത്തെ ഒന്നും ഇല്ല. അത് ആ രാജ്യത്തിൽ ഫുള്ള് ബാൻഡാണ്. അങ്ങനെ ഞാൻ ഈ അഷ്കബാദ് സിറ്റി കൂടെ ഇങ്ങനെ യാത്ര ചെയ്തു. ഈ
ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്, ഒരുപാട് ഈ പാർക്കുകളിൽ പോകുന്നുണ്ട്. നമ്മൾ ഈ ടൂറിന്റെ ഭാഗമായിട്ട് എന്നെ ഈ പാർക്കുകളിൽ കൊണ്ടുപോകുന്നുണ്ട്, പാർക്കുകൾ കാണിക്കുന്നുണ്ട്, അവിടെ കുറേ മോണിമെന്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 മണി 6:30 മണി 7 മണിക്ക് അടുത്തായി. ഒരുപാട് ആൾക്കാരെ ഞാൻ അവിടെ കാണുന്നുണ്ട്. ഒരാളും ഒരു ചിരിയോ ഒരു മൈൻഡ് ചെയ്യുന്ന, നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ഇല്ല. പക്ഷെ ബാക്കിയുള്ള സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയൊന്നുമല്ല. വളരെ നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാരുള്ള രാജ്യമാണ്, ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള രാജ്യം. പക്ഷെ ഈ അഷ്കബാദിൽ മാത്രം ഒരാളും കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ചോദിച്ചത് എന്താണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെയെന്ന് വെച്ചാൽ പറഞ്ഞ്, ഞങ്ങൾ ഫുള്ള് ഇവിടെ ക്യാമറ സർവൈലൻസിലാണ്. നിങ്ങൾ അപ്പോൾ എന്നെ കാണിച്ചിട്ട് ആ ജംഗ്ഷനിൽ നോക്കി അവിടെ പോലീസുകാരൻ നിൽപ്പുണ്ട്, തൊട്ടപ്പുറത്ത് നോക്കി അവിടെയും പോലീസുകാരൻ നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരു സ്ട്രേഞ്ചർ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ സ്ട്രേഞ്ചറിനെ ഇപ്പോൾ പറഞ്ഞ ഒരു ടൂറിസ്റ്റിനെ ചിലപ്പോൾ പൊക്കിയെടുത്ത് ആത്തിടാം, ചിലപ്പം ജയിലിലേക്ക് കൊണ്ടുപോകാം, ക്വസ്റ്റ്യൻ ചെയ്യാം, ഈ നാട്ടുകാരനെയും ക്വസ്റ്റ്യൻ ചെയ്യാം. അത്ര ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരാണ് അഷ്കബാദിൽ. കേട്ടോ, അഷ്കബാദിൽ മാത്രമുള്ള കാര്യമാണ് പറയണം, എൻ്റെ തുർക്ക്മെനിസ്ഥാൻ അല്ല. അങ്ങനെ അഷ്കബാദ് സിറ്റിയിലെ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് ഒരുപാട് ആൾക്കാരെ കണ്ട്, പക്ഷെ ആരും ഒരു മൈൻഡ് നമ്മളെ ചെയ്യത്തില്ല. അത് കണ്ട് നേരെ അന്ന് രാത്രി വന്ന് റൂമിൽ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിയായപ്പോൾ തന്നെ ഡ്രൈവർ വന്നു. നമ്മളിനി നേരെ പോകുന്നത് മേരി എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്കാണ്. മേരി ഒരു സിറ്റിയാണ്. അപ്പോൾ മേരിയിലേക്ക് പോകുന്ന ഇവിടെ നിന്ന് ഒരു 200-250 കിലോമീറ്റർ ഉണ്ട്. പുതിയൊരു എക്സ്പ്രസ് ഹൈവേ അവർ പണിതിട്ടുണ്ട്. അതായത് തുർക്ക്മെനിസ്ഥാൻ അഷ്കബാദിൽ നിന്ന് നേരെ ഉസ്ബെക്കിസ്ഥാൻ ബോർഡറായ ഫറാപ്പ് വരെ ഒരു എക്സ്പ്രസ് ഹൈവേ പണിയുന്നുണ്ട്. 565-600 കിലോമീറ്റർ ഉള്ള ഒരു എക്സ്പ്രസ് ഹൈവേ ആണ്. അപ്പം അതിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മേരി വരെ ഒരു 250 കിലോമീറ്റർ ഉണ്ട്, അതിൻ്റെ വർക്ക് കഴിഞ്ഞ് കിടക്കുക. അപ്പോൾ അതിലെ കൂടെ യാത്ര ചെയ്യാം. നമ്മളൊരു 1-2 മണിക്കൂർ കൊണ്ട് 250 കിലോമീറ്റർ കവർ ചെയ്ത് നമ്മൾ മേരിയിലെത്തി. മേരിയിലെത്തി എന്ന് പറയുമ്പം നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു 130-140 റേഞ്ചിലാണ് സ്പീഡ് പോകുന്നത്. കാരണം സെൻട്രൽ ഏഷ്യയിൽ ആദ്യമായിട്ടാണ് അത്രയും സ്പീഡിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മേരിയിലെത്തി. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ജുമാ നിസ്കരിക്കാൻ പോകണം. അങ്ങനെ പള്ളിയിൽ പോയി നിസ്കരിച്ചു, തിരിച്ചു വന്നു, ലഞ്ച് കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഈ ആൻഷ്യൻ്റ് മെർവ് എന്ന് പറഞ്ഞ പഴയ ഓൾഡ് ടൗൺ കാണാൻ വേണ്ടി പോയി. ആ ഓൾഡ് ടൗണിലെത്തി. അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരുപാട് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കണ്ടിലും ഒക്കെ കാണുന്ന സെയിം കാഴ്ചകൾ തന്നെ. പഴയ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ രാജവംശങ്ങളുടെ ബിൽഡിങ്ങുകളും കാര്യങ്ങളിലും അവരുടെ മോണിമെൻറ്റ്സും അവരുടെ 1-2 പഴയ രാജാക്കന്മാരുടെ മുസോളിയും ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. അത് സ്ഥിരമായ നോർമൽ കാഴ്ച. പക്ഷേ വെതർ നല്ല വെതറായിരുന്നു, ചൂട് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഈ സമ്മർ കാലത്തും വളരെ നല്ലൊരു വെതർ ആയതുകൊണ്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ അത് കണ്ടു. തിരിച്ച് നേരെ അവിടെ നിന്ന് ഈ ആൻഷ്യൻ്റ് മെർവ് എന്നുള്ള സിറ്റിയിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഒരു 2 കിലോമീറ്റർ പോയി ഒരു ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് വണ്ടി നിർത്തി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ആപ്രിക്കോട്ടിൻ്റെ ഒരു ഫാമാണ്. ഇതിനകത്തേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ടൂറിൽ ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ നമ്മൾ അക്കൽടെക്കിൻ്റെ ഫാം കാണാനാണ് പോയത്. പക്ഷേ ഇത് രണ്ടും കൂടെ ഒറ്റ ഇതാണ്. ആപ്രിക്കോട്ടിൻ്റെ ഫാമും ഈ കുതിരയുടെ ഫാമും എല്ലാം ഒറ്റ കോമ്പൗണ്ടിൽ തന്നെ. അങ്ങനെ 2 അക്കൽടെക്ക് കുതിരകളെ കൊണ്ടുവന്നു. ഒരു നമ്മൾ ഫോട്ടോയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് നേരി കാണുമ്പോൾ അതിൻ്റെ ഒരു ഗാംഭീര്യമുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര സ്ലിമ്മായിട്ടുള്ള, ബൾക്കിയൊന്നുമല്ല, ഭയങ്കര സ്ലിമ്മായിട്ടുള്ള മറ്റേ മസ്കുലർ ആയിട്ടുള്ള ഒരു കുതിര. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഇത് തുർക്ക്മെനിസ്ഥാനിൽ മാത്രമേ ഉള്ളൂ ഈ അക്കൽടെക്ക് എന്ന് പറഞ്ഞ കുതിര. ഇത് ആക്ച്വലി ഇതിൻ്റെ ബ്രീഡിങ് പുറത്ത് അവർ കൊടുക്കുക ഒന്നുമില്ല. അവരുടെ പേഴ്സണലാണിത്. അവർ വേറെ ഒന്നും അവർ ആക്ച്വലി ചെയ്യുന്ന പറഞ്ഞാൽ ഈ വിദേശ രാജ്യത്തു നിന്നുള്ള പ്രസിഡന്റുമാരോ വിശിഷ്ടാതിഥികൾ വരുമ്പോൾ ഇതിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. കുതിരകളെ ആകെ ഇവർ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റേസിങ്ങിന് യൂസ് ചെയ്യാറുണ്ട് അവിടെ. അതുപോലെ തന്നെ ഈ വിശിഷ്ടാതിഥികൾ എക്സാമ്പിളായിട്ട് ഈ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റർമാരൊക്കെ വരുമ്പോഴത്തേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. ഒരിക്കൽ പുടിൻ തുർക്ക്മെനിസ്ഥാൻ സന്ദർശിച്ചപ്പോഴത്തേക്ക് 9 അക്കൽടെക്ക് കുതിരകളെ പുട്ടിന് ഗിഫ്റ്റായിട്ട് കൊടുത്തേക്ക് ഭയങ്കര വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു. അപ്പം ഞാനിതിനെ കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വിലയൊക്കെ ചോദിച്ചു, ഇതൊക്കെ എന്ത് വില വരും എന്ന് പറഞ്ഞ് പുള്ളിക്കാൻ്റെ ഒരു 2 കുതിരയുള്ളത്. ഇത് ഒരെണ്ണത്തിന് $10,000, ഒരെണ്ണത്തിന് $15,000 ഇപ്പം വിലയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതിൻ്റെ മോസ്റ്റ് എക്സ്പെൻസീവ് എന്ത് വില വരും? അത് മോർ ദാൻ $1 lakh $2 lakh അടുത്ത് വില വരും എന്ന് പറഞ്ഞു. അപ്പം തന്നെ മനസ്സിലായി ആ കുതിരയുടെ ഒരു റേഞ്ച് എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ മേരി പോയി റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 7 മണിയായപ്പോൾ തന്നെ ഈ ഡ്രൈവർ കാറുമായിട്ട് വന്നു. നമ്മൾ നേരെ തുർക്ക്മെനാബാദിലേക്കാണ് പോകുന്നത്. തുർക്ക്മെനാബാദിൽ നേരെ ഫറാപ്പാണ് തുർക്ക്മെനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബോർഡർ. ഡ്രൈവറിൻ്റെ പേര് അലി എന്നാണ്. പുള്ളിക്ക് ഒരു 50 വയസ്സ് 52 വയസ്സ് പ്രായമുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. റോഡ് ഭയങ്കര മോശം. റോഡ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഇല്ലെന്ന് തന്നെ വേണ്ടി പറയാം. അപ്പം അപ്പുറത്ത് ഈ തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് മറ്റേ ഇറാനിലേക്ക് പോകുന്ന ട്രക്കുകളൊക്കെ വരുന്നുണ്ട്. ഈ പൊട്ടിപ്പൊളഞ്ഞ മോശമായ റോഡിൽ കൂടെ. നാഷണൽ ഹൈവേയുടെ വർക്ക് പാരലായിട്ട് അപ്പുറത്തൂടെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പോകുന്നത് നമുക്ക് ഇതിലെ കൂടെ പെർമിഷൻ ഉള്ളു. നാഷണൽ ഹൈവേ കയറാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ പുള്ളി പറഞ്ഞ്
ഒരിച്ചിരി മരുഭൂമി കൂടെ യാത്ര ചെയ്യാം, ഈ വീടുകളുടെ സൈഡിൽ കൂടെയൊക്കെയുള്ള റൂട്ടാണ്, ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ പുള്ളി പറഞ്ഞ് എന്നാൽ പോകാമെന്ന് പറഞ്ഞ് പുള്ളി ഒരു ലെഫ്റ്റ് ടേൺ എടുത്ത്. പിന്നെ യാത്ര എന്ന് പറഞ്ഞാൽ ഈ കാറക്കം ഡെസേർട്ടിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെസേർട്ടിൽ കൂടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകളുണ്ട്, ചെറിയ വില്ലേജുകളും ഉണ്ട്, കൃഷി ഇടത്തിൻ്റെ ഇടക്കൂടെയൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പം കുറച്ച് വൈൽഡ് ഏരിയയും കൂടെ, കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വൈൽഡ് ഏരിയ ആണ്. ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഡെസേർട്ടിൻ്റെ ഒരു വൈൽഡ്നെസ് ഉണ്ടല്ലോ, അതാണ് ഫീൽ ചെയ്യുന്നത്. ഇടയ്ക്ക് ഈ കുറുക്കനെയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഒരു നല്ല രസമായിരുന്നു. ഒരു 10-30-40 കിലോമീറ്റർ ഇങ്ങനെ ഈ ഓരോ വീടുകളുടെ സൈഡിലേക്കുള്ള വഴിയിലും എല്ലാം കൂടെ പോയി ഹൈവേയിലേക്ക് ഇറങ്ങി കുറച്ച് പിന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഹൈവേ കൂടെ ഒരു 10 കിലോമീറ്ററും കൂടെ ഓടിയിട്ട് ബൈറമാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. പുള്ളി പറഞ്ഞൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ നിർത്തി. ഈ ബൈറമാലി നിർത്തിയിട്ട് ചായ കുടിച്ചിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അപ്പുറത്ത് ഈ നാഷണൽ ഹൈവേ പോകുന്ന കാണാം. നാഷണൽ ഹൈവേയുടെ ഈ നമ്മളെ ഈ സൈഡിലത്തെ ഈ ഡിവൈഡർ ഉണ്ടല്ലോ അതിങ്ങനെ കാണാം. അതല്ലേ നാഷണൽ ഹൈവേ എന്ന് വെച്ച് പുള്ളി പറഞ്ഞാൽ അതാണ് നാഷണൽ ഹൈവേ. അപ്പോൾ പുള്ളി പറഞ്ഞ് ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് നേരെ നമ്മൾ ഈ റോഡ് എടുത്തിട്ട് ലെഫ്റ്റ് എടുത്ത് നാഷണൽ ഹൈവേക്ക് കയറുന്നതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറുന്ന ഒരു വഴിയിൽ എത്തി. ഈ അങ്ങോട്ടുള്ള വഴി ഇങ്ങനെ ക്ലോസ് ചെയ്ത് അപ്പോൾ പുള്ളി നേരെ ഇറങ്ങി. അവിടുത്തെ 2 സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. നേരെ പുള്ളി ആദ്യം ഞങ്ങൾക്ക് തുർക്ക്മിനാബാദ് പോകാനുള്ളതാണെന്ന് പറഞ്ഞു. അവർ തുറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ഒരു 1-2 പേരൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്, പക്ഷേ തുറക്കുന്നില്ല. പുള്ളി ഒരു 100 മനാത്തെടുത്ത് ഇങ്ങനെ ചുരുട്ടി പോക്കറ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ ലോകത്ത് എല്ലായിടത്തും ഇത് സെയിം തന്നെ, ഇവിടെ ഉള്ളതൊക്കെ തന്നെ അവിടെ. പുള്ളി കൈക്കൂലി കൊടുത്ത് അകത്തേക്ക് കയറി. പിന്നെ ഒരു 150-200 പോക്കായിരുന്നു. ഇപ്പോൾ വഴിയിൽ വേറെ ഒന്നുമില്ല, അങ്ങോട്ടും വണ്ടിയില്ല ഇങ്ങോട്ടും വണ്ടിയില്ല. 8 ലൈൻ എക്സ്പ്രസ് ഹൈവേ ആണ്. ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളിങ്ങനെ പോകുന്ന പറഞ്ഞാൽ 150-160 ആ ലെവലിലാണ് പോകുന്നത്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് തുർക്ക്മിനാബാദ് ബോർഡർ എത്തി. അവിടെ 3 പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു. തടഞ്ഞങ്ങ് നിർത്തി. ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇറങ്ങി. എന്തിനാ കയറി വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒന്നും ചോദിക്കുന്നില്ല, ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഡ്രൈവറിൻ്റെ ഒക്കെ പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റ് വെച്ച്. അങ്ങനെ പുള്ളി കുറേ സംസാരിച്ച് ഇവൻ ആരെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു 2-3 വണ്ടികൾ ഇങ്ങോട്ട് ഹൈവേ കയറാൻ വന്ന് അവരും കിടപ്പുണ്ട്. അപ്പം ഞാൻ ഇറങ്ങി പുറത്ത് നിന്ന് ഒരു അരമണിക്കൂറായിട്ട് ഞാൻ അതിനകത്ത് ഇരിക്കുക. ഞാൻ ഇറങ്ങി പുറത്ത് നിന്ന് ഒരു രക്ഷയില്ല, കയറ്റി വിടുന്നില്ല. ലാസ്റ്റ് അതൊരു 500 മനാത്തെടുത്ത് കൈ കൊടുത്തപ്പോഴത്തേക്ക്, അതായത് ഇന്ത്യൻ മണി നമ്മുടെ ഇതിനനുസരിച്ച് 2500 രൂപ, 500 മനാത്തെടുത്ത് കൈ കൊടുത്തപ്പോഴത്തേക്ക് തുറന്നു തന്നു. അപ്പോൾ ഈ 500 മനാത്ത് കൊടുത്തത് അപ്പുറത്തുള്ള 2 വണ്ടിക്കാരും ഇയാളും കൂടെ ഷെയർ ഇട്ടാണ് 500 മനാത്ത് കൊടുത്തത്. നേരെ തുറന്നു തന്ന് ചിലവൊക്കെ പറഞ്ഞ് നേരെ പോയി. ഞങ്ങൾ നേരെ തുർക്കിമിനാബാദ് എത്തി. ഭക്ഷണം കഴിച്ച് നേരെ ഫറാപ്പ് ബോർഡറിൽ കൊണ്ടുവിട്ടു. അങ്ങനെ അവിടെ നിന്ന് നേരെ തുർക്ക്മെനിസ്ഥാൻ എക്സിറ്റ് അടിച്ചു, ഉസ്ബെക്കിസ്ഥാൻ എൻ്റർ ആയി. അപ്പോൾ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് ആണ്. അപ്പം വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഉസ്ബെക്കിസ്ഥാൻ എമിഗ്രേഷനിൽ ക്വസ്റ്റ്യനൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ 2 തവണ ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനൊന്നും ഉണ്ടായിട്ടില്ല. എവിടെ താമസിക്കുന്ന അങ്ങനെ ഒന്നും ചോദിച്ചില്ല, റിട്ടേൺ ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല. അവർ എൻട്രി അടിച്ചു, കയറ്റി വിട്ടു, അകത്തേക്ക് കയറ്റി വിട്ടു. പിന്നെ ഞാൻ നേരെ എമിഗ്രേഷന് ബോർഡറിന് പുറത്തിറങ്ങി ഒരു ടാക്സി വിളിച്ച് നേരെ ബുഖാറ എന്ന് പറഞ്ഞ ഉസ്ബെക്കിലെ സിറ്റിയിലേക്ക് പോയി. അവിടെ എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരോട് അന്ന് രാത്രി സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം വെളുപ്പിനത്തെ ട്രെയിനിലേക്ക് കയറി നേരെ താഷ്കണ്ടിലെത്തി. താഷ്കണ്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം 16-ാം തീയതി എയർ അറേബ്യയുടെ ഫ്ലൈറ്റിൽ താഷ്കൻഡ് ടു ഷാർജ ടു കൊച്ചി. പക്ഷേ അപ്പോൾ അന്ന് ഇസ്രായേൽ ഇറാൻ മറ്റേ വാർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എയർ സ്പേസ് ഫുള്ള് ക്ലോസ്ഡ് ആയിരുന്നു. കുറച്ച് ടെൻഷനായിരുന്നു ഫ്ലൈറ്റ് ക്യാൻസൽ ആകുമെന്നൊക്കെ. അതിന് മുമ്പത്തെ 2 ദിവസത്തെ ഫ്ലൈറ്റ് ക്യാൻസലായി. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലായില്ല. പക്ഷേ ഒരു പ്രശ്നമില്ലാതെ കൊച്ചിയിലെത്തി. തുർക്ക്മെനിസ്ഥാനിലൂടെ ഈ 5 ദിവസം യാത്ര ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്നേഹമുള്ള മനുഷ്യരാണ് തുർക്ക്മെനിസ്ഥാൻ ജനങ്ങൾ. പക്ഷേ അവർക്ക് ഈ അടിച്ചമർത്തലിൻ്റെ ഒരു വിയർപ്പ് മുട്ട അവരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അവർക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവർക്കും എത്രയും പെട്ടെന്ന് അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.